പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി അമേരിക്കയിലെ ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്നു. വാഷിംഗ്ടൺ ഡിസിയിലെ ജൂത മ്യൂസിയത്തിന് സമീപത്താണ് സംഭവം. കർശന നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി അമേരിക്കയിലെ ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം രൂക്ഷമായിരിക്കുന്നു ഈ വിഷയങ്ങൾ എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത്? അതീവ രൂക്ഷമാണ് എന്നതിന് ഒരു കൃത്യമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഉണ്ടായ സംഭവം. വാഷിംഗ്ടണിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിൽ എംബസി ജീവനക്കാരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും പരസ്പരം പ്രണയിക്കുന്നവരായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. അവർ വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിനുവേണ്ടി ജെറുസലേമിലേക്ക് തിരിക്കാനിരിക്കെയാണ് ഈ ആക്രമണത്തിൽ ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേലിന്റെ എംബസി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വെടിയുതിർക്കുന്നതിന് മുമ്പ് മ്യൂസിയത്തിൽ വെടിയുതിർക്കുന്ന സമയത്ത് പാലസ്തീന്റെ മോചനം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. ഇയാളുടെ പേര് ഏലിയാസ് റോഡ്രിഗ്സ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഈ പേര് വസ്തുതയ്ക്ക് നിൽക്കുന്നതാണോ, പൂർണ്ണമായും ഇയാളുടെ പേര് തന്നെയാണോ എന്ന ചില സംശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ചില രേഖകളിലെല്ലാം തന്നെ ഇയാൾ ഏലിയാസ് റോഡ്രിഗ്സ് എന്നാണ്. തീർച്ചയായും അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതൊരു വസ്തുതയായി തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രശ്നം അതിസങ്കീർണമായ ഒരു ഇസ്രായേലും പാലസ്തീനും അതുപോലെ തന്നെ അമേരിക്കയുമായുള്ള ബന്ധത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ സ്വദേശികളെ അല്ലെങ്കിൽ യഹൂദ സ്വദേശികളെ, യഹൂദരായവരെ ആക്രമിക്കുന്ന ഒരു നീക്കം പാലസ്തീന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പാലസ്തീന്റെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഗൗരവമേറിയ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്നൊരു നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് കർശന നടപടികൾ ഇക്കാര്യത്തിൽ കൈക്കൊള്ളുമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നും അറിയിച്ചിരുന്നു. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിലുള്ള പാലസ്തീൻ അനുകൂല നിലപാടുകൾ അമേരിക്കയിൽ നടത്തുന്നതിനെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നതിനെ കർശനമായി എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളെ അമേരിക്കയിൽ അനുവദിക്കില്ല എന്ന നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി പാലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യവുമായി എത്തിയാൾ രണ്ടുപേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രശ്നം അതിസങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെല്ലുന്നതായും അതുകൊണ്ട് തന്നെ കർശന നടപടി സ്വീകരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി ഐസൺ.